എർത്ത് വൈസ് മീഡിയയിലേക്ക് സ്വാഗതം. ഡി.എ കൂട്ടിയേക്കും. ഹോളിക്ക് മുൻപ് സർക്കാർ ജീവനക്കാർക്ക് കേന്ദ്ര സർക്കാരിന്റെ സമ്മാനം. അടുത്ത ആഴ്ച വരാനിരിക്കുന്ന ഹോളിക്ക് മുമ്പ് ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ഡിയർനെസ് അലവൻസ് ഡി.എ, ഡിയർനെസ് റിലീഫ് ഡി.ആർ എന്നിവ സർക്കാർ വർദ്ധിപ്പിച്ചേക്കും. ഈ പ്രഖ്യാപനം വന്നാൽ 1.2 കോടി കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും പ്രയോജനം ലഭിക്കും. കേന്ദ്ര ജീവനക്കാർക്കും പെൻഷൻകാർക്കും ജനുവരി, ജൂലൈ മാസങ്ങളിൽ സർക്കാർ 2 തവണ ക്ഷാമബത്ത വർദ്ധിപ്പിക്കുന്നു. ഹോളിക്ക് മുൻപ് ക്ഷാമബത്തയിൽ വർധനവുണ്ടായാൽ ജനുവരി മുതൽ അത് പ്രാബല്യത്തിൽ വരും. മാർച്ചിലെ ഹോളിയോടനുബന്ധിച്ച് ക്ഷാമബത്തയും വർദ്ധിപ്പിക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഉത്സവത്തിന് മുൻപ് ജീവനക്കാർക്ക് ആശ്വാസം ലഭിക്കുന്നതിനായി മറുവശത്ത് ജൂലൈയിലെ വർധനവ് സാധാരണയായി എല്ലാ വർഷവും ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ മാസങ്ങളിലെ ദീപാവലിയോടടുത്താണ് പ്രഖ്യാപിക്കുന്നത്. 2025 മാർച്ച് 5-ന് ന്യൂഡൽഹിയിൽ നടന്ന യോഗത്തിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ഡിയർനെസ് അലവൻസ് വർധനവ് മന്ത്രിസഭ ചർച്ച ചെയ്തില്ല എന്നത് ശ്രദ്ധേയമാണ്. 2024 ജൂലൈയിലാണ് ഏറ്റവും പുതിയ ഡി.എ വർധന ഉണ്ടായത്. അന്ന് അത് 50% നിന്ന് 53% വർദ്ധിച്ചു. 2024 മാർച്ച് 7-ന് മന്ത്രിസഭ ഡി.എ മുൻനിരക്കായ 46% നിന്ന് അടിസ്ഥാന ശമ്പളത്തിന്റെ 50% വർദ്ധിപ്പിച്ചു. ഹോളിക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് 2024 മാർച്ച് 25-നാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. 2024 ഒക്ടോബർ 16-ന് 7ാം ശമ്പള കമ്മീഷൻ പ്രകാരമുള്ള കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കുള്ള ഡിയർനെസ് അലവൻസും പെൻഷൻകാർക്കുള്ള ഡിയർനെസ് റിലീഫും 3% വർധനവ് മന്ത്രിസഭ അംഗീകരിച്ചു. ഇതോടെ ഡി.എയും ഡി.ആറും 53%. പുതുക്കിയ നിരക്കുകൾ 2024 ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരേണ്ടതായിരുന്നു. ഇപ്പോൾ വീണ്ടും വർധനവ് പ്രതീക്ഷിക്കുന്നു. 2025 ജനുവരിയിൽ കേന്ദ്രം 8ാം ശമ്പള കമ്മീഷൻ നിലവിൽ വരുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അടുത്ത വർഷത്തോടെ അത് നടപ്പിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 8ാം ശമ്പള കമ്മീഷൻ രൂപീകരണം പ്രഖ്യാപിച്ചതിനു ശേഷം ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ശമ്പളത്തിനും പെൻഷനിലും വലിയ വർധനവ് പ്രതീക്ഷിക്കുന്നു. 8ാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കിയ ശേഷം സർക്കാരിന് പഴയ അലവൻസ് നിർത്തലാക്കാനും പുതിയ അലവൻസ് ഏർപ്പെടുത്താനും കഴിയുമെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഇതിൽ നിന്ന് വലിയ ലാഭം ലഭിക്കും. 2024 ഡിസംബറിലെ AICPI-IW ഡേറ്റ അനുസരിച്ച് ഇത്തവണ ക്ഷാമബത്തയിൽ 2% വർധനവ് പ്രതീക്ഷിക്കുന്നു. എന്നിരുന്നാലും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരത്തിന് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം എടുക്കുക.